ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഡ്രോയിങ്ങിൻ്റെ വീഡിയോ ആണ്. ബുക്കൊക്കെ ഉണ്ട് എനിക്ക്. നമുക്ക് ഇത് ഒരു പേജിൽ ഞാനൊരു ബുക്ക് വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതേപോലത്തെ വേറൊരു ബുക്കാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ബുക്ക് വരച്ചാലോ? അതിൻ്റെ പടം ആദ്യം വരച്ചാലോ? ഞാൻ ആദ്യം വരച്ചുള്ള പടം ഇതാണ്. ഞാൻ ആദ്യം പഠിക്കേണ്ടത് ബുക്ക് ഇതൊരു മിനി ബുക്കാണ്. ഇപ്പം ഏകദേശം കാണില്ല. ഇപ്പം കളറിൻ്റെ ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ സ്കൂളിൽ വെച്ച് ടീച്ചർമാരെ വായിച്ചത്തേക്കും ഇപ്പം ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ പണ്ട് വരച്ചിരുന്നൊരു ഗേളിൻ്റെ പിക്ചറാണ്. നല്ല ക്യൂട്ട് ഗേൾ. വരച്ചാലോ? നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോട്ടെ. അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുടങ്ങാമല്ലോ. പിക്ചർ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. ഉണ്ടോ? ഇതേപോലത്തെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നേരെ അതിൻ്റെ താഴെ വീണ്ടും ഒരു വര ഉണ്ടോ? നേരെ അതിൻ്റെ മണ്ടയിൽ കൂടെ കയറും. അപ്പം ചെറിയൊരു ബുക്കാണ് വരയ്ക്കാൻ പോകണം. ഇതേപോലത്തെ ഒരു ബോക്സ്. ചെറിയ ബുക്കാണ് ഇപ്പോൾ വരയ്ക്കാൻ പോകണം. ഞാൻ സ്കെയിലല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ്. ഇതേപോലത്തെ കുറേ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. നേരെ ഇതേപോലെ എന്നിട്ട് കുറേ സ്റ്റാർസ് ബ്ലൗസൊക്കെ കൊടുക്കണം. ഇതേപോലെ എഴുതണം. ഐ ലവ് യു ടു ബുക്ക് എന്നാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതിഷ്ടമുള്ള വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. ഐ ലവ് യു ടു ബുക്ക് അല്ലെങ്കിൽ ബുക്ക് മൈ ബുക്ക് ഇതേപോലെ ഏത് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. നിങ്ങൾ താഴത്തെ വരച്ച് വെക്കണം. സ്റ്റാർസ് കളറില്ലാത്തതാണ് കളർ കൊടുക്കത്തുള്ളൂ. ഞാൻ കൊടുത്ത് ഭയങ്കര പൊള്ളിയാക്കി കൊടുത്തായിരുന്നു. കളറില്ലെങ്കിലും കുഴപ്പമില്ല. സ്കെച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അതേപോലെ പറ്റും. നമ്മൾ സ്കൈയിൽ ഇങ്ങനെ ചുറ്റണം. ഓരോ ഭൂമികളുണ്ടല്ലോ, അതിൻ്റെ ചുറ്റണം. ഇത് കൊടുത്തു കൊടുക്കണം. അതങ്ങനെ ഭൂമി ചുറ്റണം. ഈ സാധനം ഇല്ലേ, ആ സാധനം ഇങ്ങനെ വരച്ചു കൊടുക്കണം. സ്റ്റാർ ലവ് സ്റ്റാർ പിന്നെ സ്കൈ അങ്ങനെ വരച്ചു കൊടുക്കണം. എനിക്കിപ്പോൾ നന്നായിട്ട് വരയ്ക്കാറുണ്ട്. സ്കൈ ചുറ്റും ഭയങ്കര ആർട്ടിസ്റ്റൊന്നും അല്ല, കുറച്ച് ആർട്ടിസ്റ്റൊന്നും അല്ല. ഇപ്പം ആ സ്കൈ ചുറ്റുന്ന സാധനം ഇങ്ങനെ കുറേ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ? വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വരച്ച് നോക്കാം. അടുത്തത് നമുക്ക് ഏത് വരയ്ക്കാമെന്ന് നോക്കാം. അടുത്ത നമുക്ക് നേരെ ലവ് തന്നെ വരച്ചു കൊടുക്കാം.
അപ്പം ഇതാണ് സാധനം. നല്ല രസമില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ബുക്ക്. ഒരു നിമിഷം കൊണ്ട് വരച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇനി നമുക്ക് ഇതിന് കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുക്കണ്ടേ, യൂണിക്കോൺ ഡിസൈൻസ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. പാണ്ട ഡിസൈൻ, കോഴി ഡിസൈനൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കണം യൂണിക്കോൺ ഡിസൈനാണ്. എന്നാൽ നമുക്ക് യൂണിക്കോൺ ഡിസൈനായ യൂണിക്കോൺ കൂടെ വരച്ചൂടെ? യൂണിക്കോണിൻ്റെ തലയും മുഖം കൂടെ എനിക്ക് വരയ്ക്കാൻ അറിയാം. വരച്ച് ഫോട്ടോ എടുത്തതുപോലെ വരച്ചനുസരിച്ച് ഇതാണ്. അപ്പം നമ്മളെ യൂണിക്കോണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു യൂണിക്കോണാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഫോട്ടോ എടുത്ത് പോലെ വരച്ചിട്ടുണ്ട്, കുറച്ച് ലവക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ യൂണിക്കോൺ മാത്രമേ എനിക്ക് വരയ്ക്കാൻ അറിയാവൂ. ആണെങ്കിൽ എൻ്റെ ദേഹമൊന്നും എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ഒരു യൂട്യൂബിലൊക്കെ കണ്ട് പഠിക്കണതാണ്. സാധാരണയൊക്കെ ഞാൻ പഠിക്കാറുണ്ട് നന്നായിട്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ കയറാറുണ്ട്. ഞാൻ എല്ലാത്തിലും കയറി ഓരോന്നും നോക്കി നോക്കി പഠിച്ചൊരു ഇതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനുള്ളത്. നമുക്കൊരു ചിറകും കൈയും കൂടെ കൊടുത്താലോ? പൂച്ചനെ പോലത്തെ കൈയാണ് ഞാൻ കൊടുത്തത്. ഇത് ചിറകുപോലെ ഇരിപ്പുണ്ടല്ലേ ഈ കൈ. ഇത് കൈയല്ലേ, ചിറകാണ് സത്യം പറഞ്ഞത്. ഉണ്ടോ? ആണ് നമ്മളപ്പം മിനി ബുക്കൊന്നും കൂടെ എഴുതിയാലോ? ഇതാ മിനി ബുക്കിൻ്റെ സ്പെല്ല്. എനിക്ക് മിനി ബുക്ക് വേണ്ട, കുറച്ച് ലവ്സൊക്കെ ഇവിടെ കൊടുക്കാം. ലവില് കൊടുത്ത് ഷെയ്ഡും കൂടെ കൊടുക്കാം. ഇപ്പോൾ ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ലൈക്കൊക്കെ കൊടുക്കുക. നമ്മളെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ബൈ ബൈ.